നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സമരം അതിഗംഭീരമായി വിജയിപ്പിച്ചു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് CITUവും CPM CPI സംഘടനകൾ രംഗത്ത് വരുമ്പോൾ ഈ സമരത്തിൽ DYFI നേതാക്കളും ചില ലോക്കൽ നേതാക്കളും നടത്തിയ കാട്ടിക്കൂട്ടൽ, ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയത്, സർക്കാർ ജീവനക്കാരെ വഴിതടഞ്ഞത്, മർദ്ദിച്ചത്, ഇതിനൊക്കെയുള്ള മറുപടി ഒരു ഭാഗത്തു നിന്ന് ലഭിച്ചു തുടങ്ങുകയാണ്. പണിമുടക്ക് ദിവസം പലയിടത്തും CPMന്റെ നേതൃത്വത്തിലായിരുന്നു വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും ആക്രമണങ്ങളും ഒക്കെ തന്നെ ഉണ്ടായത്. മര്യാദയ്ക്ക് ജോലി ചെയ്യുന്നവരെ ഓഫീസിൽ കയറി ഭീഷണി മുഴക്കി, വിരട്ടി, അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ എടുത്തെറിഞ്ഞ് സമരാനുകൂലികൾ KSRTC ബസ്സിനെ പോലും വെറുതെ വിടാതെ മന്ത്രിയോടുള്ള വിരോധം, ജീവനക്കാരെ ആക്രമിച്ചും ബസ് തകർത്തും ഒക്കെ തന്നെ സർവീസ് തടസ്സപ്പെടുത്താൻ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ഇതിനൊക്കെ ഓരോന്നായി 1 by 1 പണി തിരിച്ചു കിട്ടുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അതിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് കണ്ണൂരിൽ നിന്ന് തന്നെയാണ്. കണ്ണൂരിൽ SFI പഠിപ്പ് മുടക്കിനിടയിൽ പാചക തൊഴിലാളിയെ കയ്യേറ്റം ചെയ്തൊരു സംഭവമുണ്ടായി. ഈ സംഭവത്തിൽ ശക്തമായി തന്നെ പാചക തൊഴിലാളി രംഗത്ത് നിൽക്കുന്നു. സ്കൂൾ അധികൃതരും അവർക്കൊപ്പം തന്നെ അണിചേരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് DYFI വനിതാ നേതാവിനെതിരെ പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. DYFIയുടെ പേരാവൂർ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറിയായ അക്ഷയ മനോജിനെതിരെയാണ് പേരാവൂർ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. കണ്ണൂർ മണത്തണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പാചക തൊഴിലാളി വസന്തയ്ക്കാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റത്. വസന്തയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ അക്ഷയ്ക്കെതിരെ കേസെടുത്ത് നീങ്ങുന്നത്. SFI പ്രവർത്തകർക്കൊപ്പം പുറത്തുനിന്നുമെത്തിയ അക്ഷയ പാചക തൊഴിലാളിയെ കയ്യേറ്റം ചെയ്തു എന്നുള്ളതാണ് പരാതി. ഉച്ചഭക്ഷണം തയ്യാറായാൽ ക്ലാസ് എടുക്കേണ്ടി വരും, ക്ലാസ് തുടരും, സ്കൂൾ വിടില്ല എന്നുള്ള കാരണം കാണിച്ചായിരുന്നു പ്രവർത്തകർ നേരെ കഞ്ഞിപ്പുരയിലേക്ക് യാത്ര തിരിച്ചത്. അവിടെ എത്തി അതിക്രമവും ഭക്ഷണ സാധനങ്ങൾ വലിച്ചെറിയുകയും ചെയ്തു എന്നാണ് ആക്ഷേപം. സമരമായതുകൊണ്ട് തന്നെ ക്ലാസ്സില്ലെന്നും ഭക്ഷണം ഉണ്ടാക്കരുതെന്നും ഭീഷണി മുഴക്കി. എന്നാൽ വസന്തയാകട്ടെ തന്നെ ഏൽപ്പിച്ച പണി അത് ഭംഗിയായി ചെയ്യുമെന്ന് വ്യക്തമാക്കി. അവരെ എതിർത്തുകൊണ്ട് വേവിക്കാനായി അരിയെടുത്തു. ഇത് അക്ഷയ മനോജ് ഉൾപ്പെടെയുള്ള അവിടെ നിന്ന് പ്രവർത്തകർ തട്ടിക്കളഞ്ഞ് വസന്തയെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തു. വസന്തയെ ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നുള്ളതാണ് പരാതി. സമാനമായി തന്നെ പലയിടത്തും പണിമുടക്ക് ദിവസം ജോലിക്കെത്തിയ നിരവധി ആളുകളെ ഉപദ്രവിച്ച സംഭവമുണ്ടായിരുന്നു. കയ്യേറ്റം ചെയ്ത വാർത്തയുണ്ടായിരുന്നു. നിരവധി നമ്മൾ ഇതിനോടകം തന്നെ കണ്ടതായിരുന്നു. അധ്യാപകരെ തന്നെ അകത്താക്കി സ്കൂളിൻ്റെ ഗേറ്റ് പുറത്തു നിന്നും പൂട്ടിയ അക്ഷരാഭ്യാസമില്ലാത്ത സമരാനുകൂലികൾ എന്ന് വിളിക്കേണ്ട ചില ആളുകളുടെ പ്രവൃത്തി അത് തലസ്ഥാന നഗരിയിലാണ് സംഭവിച്ചത്. അരുവിക്കര LP സ്കൂളിൽ ജോലിക്കെത്തിയ 5ഓളം അധ്യാപകരെ സ്കൂളിനകത്ത് പൂട്ടിയിട്ടു. ജോലി സമയം കഴിഞ്ഞിട്ടും തുറന്നു വിടാതെ തങ്ങളുടെ സമരസമയം കഴിയുന്നതുവരെ, അതായത് പാതിരാത്രി 12 മണിക്ക് നിങ്ങൾക്ക് പുറത്തു പോകാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ധാർഷ്ട്യമായിരുന്നു ഇവർ വിദ്യ പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകർക്ക് നേരെ കാട്ടിയത്. എന്നാൽ പോലീസ് എത്തി പൂട്ട് തകർത്ത് അധ്യാപകരെ പുറത്തിറക്കുകയാണ് ചെയ്തത്. പണിമുടക്ക് ദിനത്തിൽ അധ്യാപകർ ജോലിക്കെത്തിയതാണ് ഇവർക്ക് വലിയ പ്രകോപനമായി മാറിയത്. അങ്ങനെ ഗേറ്റ് പുറത്തു നിന്നും പൂട്ടി. ഏറെ നേരം മുറിക്കകത്ത് നിന്ന് അധ്യാപകരെ സ്കൂൾ സമയം കഴിഞ്ഞിട്ട് പോലും തുറന്നുവിടാനായി സമരക്കാർ തയ്യാറായില്ല. അസുഖമുള്ള, മരുന്ന് കഴിക്കുന്ന അധ്യാപകരടക്കം അകത്തുണ്ടായിട്ട് പോലും ഇത്രയും ക്രൂരത, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആര് മനസ്സമാധാനം പറയുമെന്ന് ചോദിച്ച ചോദ്യത്തിന് പോലും ധിക്കാരപരമായ മറുപടി പറയുന്ന സമരക്കാർ. ഇവരൊക്കെ എന്ത് ആഭാസത്തരമാണ് സമരമെന്ന പേരിൽ, ഹർത്താൽ എന്ന പേരിൽ, ബന്ദ് എന്ന പേരിൽ ഈ ചെയ്തു കൂട്ടുന്നതെന്നുള്ളത് ഒന്ന് സ്വയം ആത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും. വിവരം പറഞ്ഞ സ്ഥലത്തെത്തിയ പോലീസുകാർ പൂട്ട് തല്ലിപ്പൊളിച്ച് അധ്യാപകരെ പുറത്തിറക്കുകയും ചെയ്തു. അരുവിക്കര CAയുടെ നേതൃത്വത്തിലെ സംഘമാണ് പൂട്ട് പൊളിച്ചത്. അധ്യാപകരെ പൂട്ടിയ സമരക്കാർ സ്കൂളിൻ്റെ ഓഫീസ് പൂട്ടും കൊണ്ടുപോയി. ഡ്യൂട്ടി സമയം കഴിഞ്ഞ് ഗേറ്റ് തുറക്കാമെന്നായിരുന്നു സമരക്കാർ ആദ്യം നിലപാട് സ്വീകരിച്ചത്. പക്ഷേ 3:30 കഴിഞ്ഞിട്ടും ഗേറ്റ് തുറന്നില്ല. അങ്ങനെയാണ് CAയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമെത്തി പൂട്ട് തല്ലി തകർത്ത് അധ്യാപകരെ പുറത്തിറക്കിയത്. സമരാനുകൂലികൾ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തു എന്നുള്ള പരാതിയിൽ ലഭിക്കുന്നുണ്ട്. LP സ്കൂളിൽ CA ഗേറ്റ് പൊളിച്ചതിനെ തുടർന്ന് വൈകിട്ട് 4:30 ശേഷം സമരാനുകൂലികൾ തന്നെ എത്തി ഗേറ്റ് തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വയനാട്ടിലും സമരക്കാർ സ്കൂൾ പൂട്ടിച്ച സംഭവം ഉണ്ടായി. വക്കിയാട് ഹോളി ഫേസ് സ്കൂളാണ് CPM പ്രവർത്തകരെത്തി പൂട്ടിട്ടത്. സമരക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഉച്ചയോടെ അധികൃതർ സ്കൂൾ പൂട്ടുകയും ചെയ്തു. ആറ്റിങ്ങൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകന് മർദ്ദനമേറ്റ സംഭവം ഉണ്ടായിരുന്നു. ഇവിടെ ഹൈസ്കൂൾ വിഭാഗത്തിൽ പകുതി ജീവനക്കാരായിരുന്നു ജോലിക്കെത്തിയത്. ആറ്റിങ്ങൽ താലൂക്ക് ഓഫീസിൽ ജോലിക്കെത്തിയ ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാൻ സമരക്കാർ ശ്രമം നടത്തുകയും ചെയ്തു. NGO അസോസിയേഷൻ അംഗമായ ജീവനക്കാരനാണ് ജോലിക്കെത്തിയത്. സമരക്കാരും മറ്റ് ജീവനക്കാരും തമ്മിൽ ഓഫീസിൽ വെച്ച് സംഘർഷമുണ്ടായതിനെ തുടർന്ന് പോലീസ് ഇടപെടേണ്ടി വന്നു. കുമളിയിൽ സർക്കാർ ഉദ്യോഗസ്ഥന് പണിമുടക്കിനെത്തിയ പ്രവർത്തകരുടെ മർദ്ദനമേറ്റു. ജലസേചന വകുപ്പിലെ പ്രൊബേഷണറി ജീവനക്കാരനായ അടിമാലി സ്വദേശി വിഷ്ണുവിനാണ് മർദ്ദനമേറ്റത്. CPM CITU പ്രവർത്തകരാണ് മർദ്ദിച്ചത്. മുല്ലപ്പെരിയാറിലെ പുതിയ ഡാം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അടിമാലിയിൽ പ്രവർത്തിക്കുന്ന ജലസേചന വകുപ്പിൻ്റെ ഓഫീസിന് അടുത്ത് വെച്ചായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഈ ഓഫീസിലെ ജീവനക്കാരനാണ് വിഷ്ണു.
പണിമുടക്കിന്റെ ഭാഗമായി ഈ ഓഫീസ് CPM CITU പ്രവർത്തകർ അടപ്പിച്ചു. ആ സമയത്ത് ജീവനക്കാരൊക്കെ ഓഫീസിന് താഴെ എത്തി. അപ്പോഴാണ് തർക്കമുണ്ടാകുന്നത്. ഓഫീസ് അടയ്ക്കണമെന്ന് CPM നേതാക്കൾ ആവശ്യപ്പെട്ടു. ഈ സമയത്ത് വീട്ടിൽ പോയി പറയടാ എന്ന് വിഷ്ണു പറഞ്ഞത് പ്രതിഷേധക്കാരെ പ്രകോപിപ്പിച്ചു. തുടർന്നാണ് പ്രവർത്തകർ കൂട്ടം കൂടി ജീവനക്കാരനെ മർദ്ദിച്ചത്. സംഭവത്തിൽ ജീവനക്കാരന്റെ പരാതി ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് പോലീസ് നടപടി സ്വീകരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ പണിമുടക്ക് ദിവസം ജോലിക്കെത്തിയ ജീവനക്കാരെ ഓഫീസിനുള്ളിൽ അതിക്രമിച്ച് കയറി മർദ്ദിക്കുകയും ജോലി തടസ്സപ്പെടുത്തുകയും ചെയ്ത കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് NGO സംഘ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓഫീസ് കയറിയുള്ള സമരക്കാരുടെ അതിക്രമത്തിൽ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടു. പണിമുടക്ക് ആഹ്വാനം നൽകിയ ഭരണാനുകൂല സംഘടനയുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ ചില ഓഫീസ് മേധാവികളും പോലീസ് ഉദ്യോഗസ്ഥരും ഓഫീസിൻ്റെ പ്രവർത്തനത്തെ പോലും തടസ്സപ്പെടുത്താൻ കൂട്ടുനിന്നു. അതിൽ അന്വേഷണം നടത്തണം. ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.